CPM-ൽ നിന്ന് പുറത്തുപോയി അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജി സുധാകരന് ആദ്യത്തെ തിരിച്ചടി, അതും കോൺഗ്രസിൽ നിന്ന്. കോൺഗ്രസ് പിന്തുണയ്ക്കുമോ ജി സുധാകരനെ എന്ന ചോദ്യം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ ഉച്ച മുതൽ വരുന്നുണ്ട്. എന്നാൽ ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ അതിനോട് പ്രതികരിച്ചിട്ടില്ല, അനുകൂലമായി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടൊപ്പമായിരിക്കുമോ ജി സുധാകരന് പിന്തുണ നൽകുക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ദില്ലിയിൽ വെച്ച് KC വേണുഗോപാലിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അക്കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇനിയിപ്പോൾ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ ജി സുധാകരന്റെ പേരും കൂടി വരുമോ എന്നതേ അറിയാനുള്ളൂ. പക്ഷേ CPI വിട്ടുവന്ന CC മുകുന്ദനെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല, കോൺഗ്രസ് പിന്തുണ കൊടുത്തില്ല. അവസാനം CC മുകുന്ദന് BJP-യിൽ പോകേണ്ടി വന്നു എന്നതും നാം അറിയണം. എന്ന് വെച്ചാൽ ഇപ്പോഴും തൃശങ്കുവിൽ നിൽക്കുകയാണ് ജി സുധാകരൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് KPCC ജനറൽ സെക്രട്ടറിയായ അമ്പലപ്പുഴയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ MJ ജോബ് രാജിവെക്കുന്നത്. ജി സുധാകരനെ കോൺഗ്രസ് പിന്തുണ നൽകും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ്, അത്തരമൊരു വാർത്ത പരന്നതിനെ തുടർന്നാണ് MJ ജോബ് രാജിവെക്കുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ പ്രതിഷേധം മെല്ലെ മെല്ലെ അമ്പലപ്പുഴയിൽ ജി സുധാകരനെതിരെ ഉയരുന്നുണ്ട് എന്നർത്ഥം. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരെ മാത്രമല്ല, രമ്യ ഹരിദാസിനെതിരെ, അടൂരിൽ, പത്തനംതിട്ടയിൽ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതിഷേധമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ KC വേണുഗോപാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കാണുകയും മത്സരിക്കണമെന്ന് പറയുകയും അതനുസരിച്ച് കൊയിലാണ്ടി മണ്ഡലത്തിൽ മത്സരിക്കാം എന്ന പൊതുധാരണയിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടി എന്ന് പറഞ്ഞാൽ പോരാ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ അപമാനിക്കുകയാണ് ചെയ്തത്. നീരസം അദ്ദേഹം അടുത്ത കോൺഗ്രസ് നേതാക്കളോട് പങ്കുവെച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹവും ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിലും MK രാഘവനും ചേർന്നാണ് തൻ്റെ പേര് വെട്ടിയത് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് രണ്ട് നേതാക്കൾക്കെതിരെയും ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരും എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. KPCC-യുടെ മുൻ അധ്യക്ഷനാണ്, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, എത്രയോ കാലം കണ്ണൂർ MP ആയിരുന്നു. അങ്ങനെയുള്ള മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കണ്ണൂരിൽ K സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി, അതിപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കണ്ണൂരിൽ അദ്ദേഹം മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരിക്കാൻ സീറ്റ് നൽകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തെ ചൊവ്വാഴ്ച എന്ന് വെച്ചാൽ നാളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നേരിട്ട് സംസാരിക്കും. ആ സംസാരത്തിൽ K സുധാകരൻ അയയുമോ എന്നതേ അറിയാനുള്ളൂ. അങ്ങനെ അയഞ്ഞാൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഒരു വെല്ലുവിളി. K സുധാകരന്റെ അനുയായികൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. അതോടൊപ്പം തൃശ്ശൂരിലേക്ക് വന്നാൽ പോസ്റ്റർ പ്രചരണമാണ്. തൃശ്ശൂരിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത് DCC പ്രസിഡന്റ് കാശ് വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന് എതിരെയാണ് പ്രതിഷേധം ഉയർന്നത്. രാജൻ പല്ലനെ സ്ഥാനാർത്ഥി ആക്കിയതിനെതിരെയാണ്. ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണ്ടത് നായർ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററാണ് തൃശ്ശൂരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തൃശ്ശൂരിലും വലിയ പ്രതിസന്ധി നേരിടുന്നു കോൺഗ്രസ് എന്ന് പറയാം. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രശ്നമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ വെട്ടിനിരത്തുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്. ആരൊക്കെ? M ലിജു എവിടെയാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് കെ ബാബു തീരുമാനിച്ചത്. മാത്രമേ തൃപ്പൂണിത്തുറയിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് M ലിജുവിനെ വെട്ടി എന്ന വാർത്തകൾ വരുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ എവിടെ മത്സരിക്കും എന്നത് സംബന്ധിച്ചും യാതൊരു ധാരണയും ഇതുവരെ ഉയർന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ M ഷുക്കൂർ, N ശക്തൻ, തിരുവനന്തപുരം DCC പ്രസിഡന്റ് M ശക്തൻ നെയ്യാറ്റിങ്കര മത്സരിക്കാൻ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. നൽകിയിട്ടില്ല. അല്ലെങ്കിൽ കാട്ടാക്കടയെങ്കിലും മത്സരിക്കാൻ
അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ വി എസ് ശിവകുമാർ, അദ്ദേഹത്തിനും ഇപ്പോൾ സീറ്റില്ല. ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം നൽകുക എന്ന കാര്യം അദ്ദേഹത്തിന് പോലും അറിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഒരു ഭാഗത്ത് വെട്ടിനിരത്തുന്നു, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾക്ക് പ്രതിഷേധമുയരുന്നു. മത്സരിപ്പിക്കാം എന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലും മത്സരിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കെ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി, കെ സുധാകരൻ മാത്രമല്ല അടൂർ പ്രകാശും മത്സരിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ്. പറ്റുമെങ്കിൽ ഷാഫി പറമ്പലിന് മത്സരിക്കണം, കൊടിക്കുന്നിൽ സുരേഷിന് മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞ് ഒഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അദ്ദേഹവും നല്ല ശ്രമങ്ങൾ നടത്തിയതാണ്. എം കെ രാഘവന് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന വാർത്തകളും വരുന്നു. എം കെ രാഘവൻ കൊയിലാണ്ടി മത്സരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടിയത് എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ വിവിധ പ്രശ്നങ്ങൾ തലപൊക്കുന്നു എന്നർത്ഥം. അത്ര പെട്ടെന്നൊന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിൽ സാധ്യമാകില്ല എന്ന വാർത്തകളാണ് ദില്ലിയിൽ നിന്നും വരുന്നത്.